സ്ത്രീകളെ സംബന്ധിച്ച് ആർത്തവ തകരാറുകൾ, അതിന്റെ ടൈമിംഗ്, ഡ്യൂറേഷൻ, ഫ്ലോ, അതുപോലെ എത്രമാത്രം ലേറ്റ് ആവുന്നു, എത്രമാത്രം ഡിലേഡ് ആവുന്നു, എന്തൊക്കെ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നു, ഇതൊക്കെ ഏതേത് രീതിയിലാണ് സംഭവിക്കുന്നത്. ഇത്തരം ആർത്തവ ക്രമക്കേടുകളിൽ ആയുർവേദത്തിന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, എന്താണ് അവിടെ സംഭവിക്കുന്നത്, ഒരു ആയുർവേദ കാഴ്ചപ്പാട് ഇത്തരം ആർത്തവ ക്രമക്കേടുകളെ, ആർത്തവ തകരാറുകളെ ക്രമീകരിക്കുന്നതിന്, നിയന്ത്രിക്കുന്നതിന് സഹായകരമായ ചില ഭക്ഷണ രീതികൾ, ജീവിത രീതികൾ, അതുപോലെ തന്നെ ചില പൊടിക്കൈകൾ ആയുർവേദത്തിൽ എന്താണ് ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞിരിക്കുന്നതെന്ന് ഒന്നറിഞ്ഞിരിക്കാം. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കേട്ടുപരിചിതമായിട്ടുള്ള ചില ആധുനിക നാമങ്ങൾ അതെന്തൊക്കെയാണെന്നും എന്താണ് അതുകൊണ്ടൊക്കെ വിവക്ഷിക്കുന്നതെന്ന് ഒന്നറിഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും ഉപകാരപ്രദമായിരിക്കും. ആർത്തവ തകരാറുകളും ആർത്തവ ക്രമക്കേടുകളും സ്ത്രീകളെ സംബന്ധിച്ച് മെന്റലിയും ഫിസിക്കലിയും ഇമോഷണലിയും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്ത്രീകളെ സംബന്ധിച്ച് ഇത് വളരെ ഗൗരവമേറിയ, ഗുരുതരമേറിയ ഒരു പ്രശ്നമാണ്. ഇത് ആർത്തവചക്രം കൃത്യമായിട്ട് പ്രവഹിക്കുന്നുണ്ടെങ്കിൽ, നടക്കുന്നുണ്ടെങ്കിൽ വളരെ ആരോഗ്യപൂർണമായ, വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്നതിന് സാധിക്കും. ചില ആധുനിക നാമങ്ങൾ ഒന്നിവിടെ വിവക്ഷിക്കാം. നിങ്ങൾ പലരും കേട്ടിട്ടുള്ള ഒരു വാക്കായിരിക്കും അമിനോറിയ. ഇത് പ്രൈമറി അമിനോറിയ എന്നും സെക്കൻഡറി അമിനോറിയ എന്നും വിളിക്കുന്നു. അമിനോറിയ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിച്ചുള്ളത് ആബ്സെൻസ് ഓഫ് മെൻസ്ട്രേഷൻ, അതായത് ആർത്തവം ഇല്ലാത്ത അവസ്ഥ. പ്രൈമറി അമിനോറിയ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിച്ചുള്ളത് 15 വയസ്സായിട്ടും ആർത്തവം സംഭവിക്കാത്ത, ആർത്തവം ആരംഭിക്കാത്ത അവസ്ഥ. ഇതിനെ പ്രൈമറി അമിനോറിയ എന്ന് വിളിക്കുന്നു. ഇനി സെക്കൻഡറി അമിനോറിയ എന്ന് പറഞ്ഞാല് ഗർഭധാരണം നടക്കാതെ 3 മാസത്തിൽ കൂടുതൽ പീരീഡ്സ്, ആർത്തവം ഇല്ലാതിരിക്കുന്ന അവസ്ഥയെ സെക്കൻഡറി അമിനോറിയ എന്ന് വിളിക്കുന്നു. അടുത്തതായിട്ട് ഒളിഗോമെനോറിയ, 35 ദിവസത്തിൽ കൂടുതൽ വൈകി ആർത്തവം കാണുന്ന അവസ്ഥ. ഇതിനെ ഒളിഗോമെനോറിയ എന്ന് വിളിക്കുന്നു. ഇനി പോളിമെനോറിയ, അതായത് 21 ദിവസത്തിൽ താഴെ ഇടവിട്ട് ആർത്തവം സംഭവിക്കുന്നു. ഇതിനെ പോളിമെനോറിയ എന്ന് വിളിക്കുന്നു. ഇനി മറ്റൊരു കണ്ടീഷനാണ് മെനോറാജിയ, അതായത് കണ്ടിന്യൂസ് ബ്ലീഡിംഗ്, പ്രൊഫ്യൂസ് ബ്ലീഡിംഗ്, അമിതമായിട്ടുള്ള അതി ആർത്തവം എന്നാണ് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് എക്സസീവ് ആയിട്ട് പീരീഡ്സ് കാണുക, കൂടുതൽ ദിവസങ്ങൾ, കൂടുതൽ അളവില് രക്തപ്രവാഹം, ഇതിനെയാണ് മെനോറാജിയ എന്ന് വിളിക്കുന്നത്. ഹൈപ്പമെനോറിയ എന്ന് പറഞ്ഞാല് സ്കാൻഡി ബ്ലീഡിംഗ്, അതായത് പല നിറവ്യത്യാസങ്ങളോടുകൂടെ വിട്ടുവിട്ട് ഒക്കെ ബ്ലീഡിംഗ് ഉണ്ടാകുന്നു. ഇതിനെ ഹൈപ്പോമെനോറിയ എന്ന് വിളിക്കുന്നു. ഇനി കൂടുതൽ പേർക്ക് പരിചിതമായിട്ടുള്ള, ഒരുപാട് പേര് കേട്ടിട്ടുള്ള ഒരു വാക്കായിരിക്കും ഡിസ്മിനോറിയ, അതായത് കഠിനമായ വേദനയോട് കൂടിയുള്ള ആർത്തവം, പെയിൻഫുൾ മെൻസ്ട്രേഷൻ. ഇതിനെ ഡിസ്മിനോറിയ എന്ന് വിളിക്കുന്നു. ഒരുപാട് സ്ത്രീകൾ അനുഭവിച്ചു വരുന്ന മറ്റൊരു സംഗതിയാണ് PMS, പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം. അതായത് പീരീഡ്സ് അങ്ങോട്ട് അടുക്കുമ്പോഴേക്കും വളരെയധികം മൂഡ് സ്വിങ്സ്, ദേഷ്യവും സങ്കടവും ഉറക്കില്ലായ്മയും, റെസ്റ്റ്ലെസ് ആവുന്നു, ഇറിറ്റേറ്റഡ് ആവുന്നു, ഇത്തരം മൂഡ് സ്വിങ്സ് അനുഭവപ്പെടാം. അതുപോലെ ബ്ലോട്ടിങ്ങും ഗ്യാസ് ട്രബിളും ഒക്കെ ഉണ്ടാവുന്നു, കൈകാൽ കഴപ്പും നടുവേദനയൊക്കെ അനുഭവപ്പെടുന്നു. ഇതിനെ PMS എന്ന് വിളിക്കുന്നു, പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം. അടുത്തതാണ് ഒരുപാട് പേരുടെ പ്രശ്നം ഇറഗുലർ സൈക്കിൾസ്, അതായത് ക്രമം തെറ്റിയുള്ള ആർത്തവം. അതായത് കൃത്യമായിട്ട് പ്രവചിക്കാൻ വയ്യ, പല സമയങ്ങളിൽ, പല അളവില്, പല ദിവസങ്ങളിൽ ആയിട്ട് ആർത്തവം കാണുന്നു. ഇതിനെ ഇറഗുലർ സൈക്കിൾസ് എന്ന് വിളിക്കുന്നു. ഇതൊക്കെയാണ് സാധാരണയായിട്ട് സ്ത്രീകളെ സംബന്ധിച്ച് ആർത്തവ ക്രമക്കേടുകൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇത്തരം അവസ്ഥകൾ സംഭവിക്കാൻ സാധാരണയായിട്ട് കാണുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് മോഡേൺ സയൻസിൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുള്ളത് നോക്കാം. ഏറ്റവും പ്രധാനമായിട്ടും ഏറ്റവും ആദ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഹോർമോണൽ ഇംബാലൻസസ് തന്നെ. ഈസ്ട്രജൻ പ്രോജസ്ട്രോൺ ഹോർമോണിന്റെ ആ ഇംബാലൻസ്, ഇത് ഒരു കാരണമാണ്. അടുത്തതായിട്ട് PCOD, PCOS, പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം, പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ്, ഇത്തരം അവസ്ഥ. പിന്നെ അടുത്തതായിട്ട് കോമൺ ആയിട്ട് കാണുന്ന മറ്റൊരു പ്രശ്നമാണ് തൈറോയിഡ് ഡിസോർഡേഴ്സ്, തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തന തകരാറുകൾ, പ്രവർത്തന വൈകല്യങ്ങൾ. ഇതും ഇത്തരത്തിലുള്ള ആർത്തവ ക്രമക്കേടുകൾക്ക് കാരണമാവുന്നുണ്ട്. മറ്റൊരു കാരണമാണ് അമിതമായിട്ടുള്ള സ്ട്രെസ്സും ആങ്സൈറ്റിയും. ഇത് ഇന്ന് എല്ലാവർക്കും തന്നെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ്. മറ്റൊരു സംഗതി ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകക്കുറവ്, പുവർ ന്യൂട്രീഷൻ. ഇത് ഇന്നത്തെ കാലത്ത് തീർത്തും അപ്രായോഗികമാണ്. പക്ഷേ നിങ്ങൾ വരുത്തി വെക്കും. അതായത് അമിത ശരീരഭാരമുള്ളവര് വെയിറ്റ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് പട്ടിണി കിടക്കുന്നൊരു ഫാഷനാണല്ലോ. അപ്പൊ എക്സ്ട്രീം ഡയറ്റിംഗ് കൊണ്ട് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ ലഭിക്കാതെ വരുമ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ കണ്ടേക്കാം, ആർത്തവ ക്രമക്കേടുകൾ സംഭവിച്ചേക്കാം. ഇനി പറയാനുള്ളതും, ശരീരഭാരം കുറയ്ക്കാനായിട്ട് നിങ്ങൾ അമിതമായിട്ട് ചെയ്യുമ്പോൾ, അതായത് എക്സസീവ് എക്സസൈസുകൾ, അമിതമായിട്ട് വ്യായാമം ചെയ്യുക, 5-6 മണിക്കൂർ സമയം തുടർച്ചയായിട്ട് രാവിലെ സമയം വ്യായാമം ചെയ്യുന്നു, അത് കഴിഞ്ഞ് വൈകിട്ട് വീണ്ടും 3-4 മണിക്കൂർ വീണ്ടും വ്യായാമം ചെയ്യുന്നു. 24 മണിക്കൂറിൽ 1/3 ഭാഗം, ഏകദേശം 8 മണിക്കൂറോളം വ്യായാമത്തിനങ്ങോട്ട് മാറ്റിവെക്കാന്ന് വെച്ചാലോ, ഇങ്ങനെ കൃത്യമായിട്ട് ഒരു കണക്കൊന്നുമില്ല കേട്ടോ. അമിതമായിട്ട് വ്യായാമം ചെയ്യാന്ന് ഉദ്ദേശിച്ചുള്ളൂ. അതും ഇത്തരത്തിലുള്ള ആർത്തവ ക്രമക്കേടുകൾക്കും ആർത്തവ തകരാറുകൾക്കും ഇടയാക്കുന്നുണ്ട്. ആർത്തവ ക്രമക്കേടുകൾ കാണുന്ന മറ്റു ചില രോഗാവസ്ഥകളാണ് എൻഡോമെട്രിയോസിസ്, യുട്രൈൻ ഫൈബ്രോയിഡ്സ്, അതുപോലെ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസ്. ഇത്തരം രോഗാവസ്ഥകളിലും ഒരു ലക്ഷണം എന്നോണം ആർത്തവ ക്രമക്കേടുകൾ കാണുമെന്ന് ആധുനിക ശാസ്ത്രം പറയുന്നു. മറ്റൊരു സംഗതി, അമിതമായിട്ടുള്ള പലതരത്തിലുള്ള കെമിക്കൽ മെഡിസിൻസിന്റെ ഉപയോഗം കൊണ്ട്, അതുപോലെ അമിതമായിട്ട് കൂടെ പല ആവർത്തി ഗർഭധാരണം ഒഴിവാക്കുന്നതിനായിട്ടുള്ള കോൺട്രാസെപ്റ്റീവ് പിൽസ് ഒക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നവർക്കും ഇത്തരത്തിൽ ആർത്തവ ക്രമക്കേടുകൾ കണ്ടുവരാറുണ്ട്. ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ആർത്തവ ക്രമക്കേടുകളെ പറ്റിയും ആർത്തവ തകരാറുകളെ പറ്റിയൊക്കെ പ്രതിപാദിച്ചിട്ടുള്ളത് ആർത്തവ വ്യാപത്ത്, അതല്ലെങ്കിൽ രജപ്രവൃത്തി വികാരങ്ങൾ, ഈ രീതിയിലൊക്കെയാണ് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ആർത്തവ ക്രമക്കേടുകളെ പറ്റി പ്രതിപാദിച്ചിട്ടുള്ളത്. ആയുർവേദ കാഴ്ചപ്പാടനുസരിച്ച് പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആർത്തവ ക്രമക്കേടുകൾ മറ്റു രോഗാവസ്ഥകളെ പോലെ തന്നെ വാതദോഷം വർദ്ധിച്ചും പിത്തദോഷം വർദ്ധിച്ചും കഫദോഷം വർദ്ധിച്ചും ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിന് ആർത്തവവും അതുപോലെ ആർത്തവ ക്രമക്കേടുകളെയും സംബന്ധിച്ച് ഇൻവോൾവ് ആവുന്ന ധാതുക്കളെ പറ്റി പറയുമ്പോൾ രസധാതുവിനും രക്തധാതുവിനും തന്നെയാണ് കൂടുതൽ പ്രാധാന്യം. ഇതില് വാതദോഷം വർദ്ധിച്ചുണ്ടാകുമ്പോൾ പ്രത്യേകമായിട്ട് അപാനവായുവിന്റെ വൈഗുണ്യം കൊണ്ട്, അതായത് അപാനവായു ആണ് ആർത്തവത്തെ
നിയന്ത്രിക്കുന്നത്. അപ്പൊ അതിൽ വ്യത്യാസങ്ങൾ വ്യതിയാനങ്ങൾ വരുമ്പോൾ ഈ രീതിയിലുള്ള ക്രമം തെറ്റിയുള്ള ആർത്തവം, അതുപോലെ തന്നെ കഠിനമായ വേദനയോടുകൂടിയുള്ള ആർത്തവം, ഈ രീതിയിലൊക്കെ വ്യത്യാസങ്ങൾ കാണാറുണ്ട് ഈ അപാന വായുവിനെ ബാധിക്കുമ്പോൾ. പിത്തദോഷം വർദ്ധിച്ചുണ്ടാവുന്ന ആർത്തവ ക്രമക്കേടുകളിൽ ഹെവി ബ്ലീഡിംഗ് ഉണ്ടാവാം, പ്രൊഫ്യൂസ് ബ്ലീഡിംഗ് ഉണ്ടാവാം, എക്സസീവ് ബ്ലീഡിംഗ് ഉണ്ടാവാം, ക്രമം തെറ്റിയുള്ള ആർത്തവം കാണാം. ഇത്തരം അവസ്ഥകളിൽ പിത്തദോഷത്തിനെ ശമിപ്പിക്കുന്നതിന് വേണ്ടതായ ചികിത്സാ രീതികളാണ് സ്വീകരിക്കേണ്ടത്. കഫദോഷം വർദ്ധിച്ചുണ്ടാവുന്ന ആർത്തവ തകരാറുകളിൽ ഡിലേഡ് സൈക്കിൾസ്, ആർത്തവം വൈകിപ്പോകുന്ന അവസ്ഥകൾ, അതുപോലെ മ്യൂക്കസ് ഒക്കെ കാണുക, അമിതമായിട്ട് ശരീരഭാരം വർദ്ധിക്കുക, ഇത്തരം രോഗാവസ്ഥകൾ ചികിത്സിക്കുമ്പോൾ കഫദോഷത്തെയും പരിഗണിക്കേണ്ടതുണ്ട്. സ്ത്രീരോഗങ്ങൾക്ക് ചികിത്സിക്കാനായിട്ടുള്ള ഔഷധങ്ങൾ തയ്യാറാക്കുമ്പോൾ അതിൽ ചേരുന്ന പ്രധാന ചില ആയുർവേദ ഔഷധ ദ്രവ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ അശോകത്തൊലിയും കറ്റാർവാഴയും പാച്ചോറ്റിത്തൊലിയും ശതാവരിക്കിഴങ്ങും ഇതൊക്കെ തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് കോമൺ ആയിട്ട് ആയുർവേദ ചികിത്സയ്ക്കായിട്ട് ഇത്തരം രോഗാവസ്ഥകൾക്ക് ഉപയോഗിച്ചു വരുന്നത്. ഈ ഹോർമോൺ ഇംബാലൻസ് കറക്റ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ നീർക്കെട്ട്, ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളതുകൊണ്ട് മഞ്ഞളും ഇതിന്റെ കൂടെ ചേർത്ത് ഉപയോഗിക്കാറുണ്ട് പലപ്പോഴും. ഇത് മാത്രമോ അതല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ചേർത്ത് ഔഷധങ്ങൾ തയ്യാറാക്കുക എന്നല്ലാട്ട് ഉദ്ദേശിക്കണേ. മറ്റു പല ഔഷധ ദ്രവ്യങ്ങൾ ചേർക്കുന്ന കൂട്ടത്തിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇത്തരം ഔഷധ ദ്രവ്യങ്ങളാണെന്ന് മാത്രം. പഞ്ചകർമ്മ ചികിത്സയായിട്ട് അഭ്യംഗവും വിരേചനവും വസ്തിയും നസ്യവും ഒക്കെ വേണ്ടിവരും. പക്ഷെ സ്ത്രീരോഗങ്ങളിൽ പ്രത്യേകമായിട്ട് ഉത്തരവസ്തിക്കും പ്രാധാന്യമുണ്ട്. ഉത്തരവസ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൂത്രനാളി വഴി, യോനി നാളി വഴിയൊക്കെ ഔഷധങ്ങൾ പ്രയോഗിക്കുന്ന രീതിയാണ് ഉത്തരവസ്തി എന്ന് വിളിക്കുന്നത്. ഇതൊക്കെ ഒരു എക്സ്പേർട്ട് ഡോക്ടറുടെ കീഴിൽ ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തതിനു ശേഷം മാത്രം ചെയ്യേണ്ടതായ ചികിത്സാ രീതികളാണ് പഞ്ചകർമ്മ ചികിത്സകളെല്ലാം തന്നെ. ഇത്തരം രോഗാവസ്ഥകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആയുർവേദ ഡോക്ടർ കൺസൾട്ട് ചെയ്തിട്ട് വേണ്ടതായ ഭക്ഷണ രീതികൾ, ജീവിത രീതികൾ, ഔഷധങ്ങൾ നിശ്ചയിക്കേണ്ടതാണ്. പൊതുവെ ശീലിക്കാവുന്ന, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായ ചില ഭക്ഷണ രീതികളും ജീവിത രീതികളിലും എന്തൊക്കെ കൂടുതലായിട്ട് ചെയ്യണം, എന്തൊക്കെ ഒഴിവാക്കിയിരിക്കണം എന്ന് പൊതുവെ നിങ്ങൾക്ക് ശീലിക്കാവുന്ന ചില സംഗതികൾ ഇവിടെ പറയാം. ശ്രദ്ധിച്ചു കേട്ടോ. ഭക്ഷണത്തിനെ പറ്റി പറയുമ്പോൾ എളുപ്പം ദഹിക്കുന്ന, നന്നായി പാചകം ചെയ്ത, ചൂടോടെ ഫ്രഷ് ആയിട്ട് തയ്യാറാക്കിയ ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഏത് രോഗാവസ്ഥയാണെങ്കിലും ഇത് തന്നെയാണ് അനുയോജ്യമായത്. എണ്ണയുടെയും നെയ്യിന്റെയും ഒക്കെ ഉപയോഗം അവസ്ഥാനുസരണം ഉപയോഗിക്കേണ്ടതായിട്ട് വരും. കാരണം വാതദോഷം, അപാനവായുവിന്റെ വൈഗുണ്യം കൊണ്ട് ആർത്തവ തകരാറുകൾ ഉണ്ടാകുമ്പോൾ ആ വായുവിനെ നിയന്ത്രിക്കുന്നതിനായിട്ട് സ്നിഗ്ധ ദ്രവ്യങ്ങളായിട്ടുള്ള തൈലത്തിനും അതുപോലെ തന്നെ നെയ്യിനും ഒക്കെ പ്രാധാന്യമുണ്ട്. അപ്പൊ അത് ചേർത്ത് തയ്യാറാക്കുന്ന ഔഷധങ്ങളും ഇവിടെ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നർത്ഥം. അയൺ കണ്ടന്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ തീർച്ചയായിട്ടും ഇത്തരം രോഗാവസ്ഥകളിൽ പരിഗണിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഭക്ഷണങ്ങളായാലും ബീട്രൂട്ടും കാരറ്റും കടും പച്ച നിറത്തിലുള്ള ചീരയിലകള്, മുരിങ്ങയിലകള്, ഡേറ്റ്സ്, ഈത്തപ്പഴം ഇതൊക്കെ നിത്യേന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും സഹായകരമാണ്. അതുപോലെ തന്നെ കലശലായിട്ടുള്ള വേദനയും സ്കാൻഡി മെൻസ്ട്രേഷനും ക്ലോട്ട്സും ഒക്കെ കാണുന്ന അവസ്ഥയിൽ ഇഞ്ചിയും മഞ്ഞളും മല്ലിയിലയും ഉലുവയും കറുവപ്പട്ടയും ജീരകവും ഒക്കെ ചേർത്ത് തയ്യാറാക്കുന്ന ഒരു ഔഷധ ചായ, ഒരു ഹെർബൽ ടീ പതിവായിട്ട് കുടിക്കുന്നതും ഇത്തരത്തിലുള്ള ആർത്തവ തകരാറുകൾ നിയന്ത്രിക്കുന്നതിന് സഹായകരമാണ്. ആർത്തവ തകരാറുകളും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന അമിത ശരീരഭാരവും മൂഡ് സ്വിങ്സും ഒക്കെ അനുഭവപ്പെടുന്ന സ്ത്രീകൾ തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്തിരിക്കേണ്ട ചില യോഗാസന മുറകൾ ഇവിടെ നിർദ്ദേശിക്കാം. അത് തീർച്ചയായിട്ടും ഒരു യോഗ മാസ്റ്ററുടെ കീഴിൽ അഭ്യസിച്ചതിന് ശേഷം നിങ്ങൾക്ക് തുടർന്ന് ശീലിക്കാവുന്നതാണ്. സേതുബന്ധാസനം, ബദ്ധകോണാസനം, സുപ്തബദ്ധകോണാസനം, ഇത്തരം യോഗാസന മുറകളൊക്കെ ഈ ആർത്തവ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് വരുന്ന കോംപ്ലിക്കേഷൻസിൽ പ്രയോജനപ്പെടുന്നതായിരിക്കും. ആർത്തവ തകരാറുകൾ മാത്രമല്ല, മറ്റെന്ത് രോഗാവസ്ഥകൾ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ഒഴിവാക്കിയിരിക്കേണ്ട ചില സംഗതികളോട് സൂചിപ്പിക്കാം. അതായത് നാച്ചുറൽ എർജസ് തടയുക എന്നുള്ളത്, വേഗധാരണം, അതായത് വിശപ്പും ദാഹവും മലമൂത്ര വിസർജനങ്ങളും കൂട്ടുവായും ഏമ്പക്കവും, ഇത്തരം നാച്ചുറൽ എർജസ് തടയുന്നത് ഇത്തരം പല രോഗാവസ്ഥകളിലേക്കും നയിച്ചേക്കാം. അതുപോലെ ദഹിക്കാൻ പ്രയാസമുള്ള ഹെവി ആയിട്ടുള്ള എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ജങ്ക് ഫുഡുകളൊക്കെ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ഒരുപാട് സ്പൈസി ആയിട്ടുള്ളതും എണ്ണയിൽ വറുത്തതുമായിട്ടുള്ള സംഗതികളൊക്കെ ഒഴിവാക്കുന്നത് തന്നെയാണ് തീർച്ചയായിട്ടും നല്ലത്. അതുപോലെ ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും അവോയ്ഡ് ചെയ്യുക. നല്ല റെസ്റ്റ് ആൻഡ് റിലാക്സേഷൻ ആവശ്യമാണ്. രാത്രി കാലങ്ങളിൽ കൃത്യമായിട്ട് ഒരു 8 മണിക്കൂർ ഉറങ്ങണം. പകൽ സമയത്ത് ഉറങ്ങാതിരിക്കണം. ഇതിനായിട്ട് യോഗയും പ്രാണായാമവും മെഡിറ്റേഷനും ഒക്കെ തീർച്ചയായിട്ടും സഹായകരമാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് നിങ്ങളെല്ലാവരും കാത്തിരുന്ന ചില പൊടിക്കൈകളും നിത്യജീവിതത്തിൽ നിങ്ങൾ ശീലിച്ചിരിക്കേണ്ട, പാലിച്ചിരിക്കേണ്ടതായ ചില ചിട്ടകളും ചുരുക്കി വിവരിക്കാം. ഒരുപാട് സ്ട്രെസ് എക്സസൈസ് ഒഴിവാക്കുക. കൃത്യമായിട്ടുള്ള ഒരു ഭക്ഷണ രീതി, ഭക്ഷണശീലം, കൃത്യസമയങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നത് ശീലാക്കുക. രാത്രി കാലങ്ങളിൽ കൃത്യമായിട്ട് ഉറങ്ങുന്നത് ശീലാക്കുക. ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ആങ്സൈറ്റിയും ഒക്കെ ഒഴിവാക്കുക. ലഘുവായ വ്യായാമത്തിന് പ്രാണായാമവും യോഗയും നടത്തവും ഇത്തരത്തിലുള്ള ലൈറ്റ് ആയിട്ടുള്ള എക്സസൈസ് ശീലിക്കുക. അമിത ശരീരഭാരം കുറയ്ക്കാനായിട്ട് ഒരുപാട് സിവിയർ ആയിട്ടുള്ള, സീരിയസ് ആയിട്ടുള്ള ഡയറ്റിംഗ് ഒഴിവാക്കുക. ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ദേഹപ്രകൃതിക്കും രോഗാവസ്ഥകളും ദോഷസ്ഥിതിയും ഒക്കെ പരിഗണിച്ചുകൊണ്ട് വേണ്ടതായ ഭക്ഷണശീലങ്ങളും അതിനോടനുബന്ധിച്ച് ആവശ്യമായിട്ടുള്ള ഔഷധങ്ങളും നിശ്ചയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു വർഷത്തെ 2 മാസം വീതമുള്ള 6 ഋതുക്കളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓരോ ഋതുസന്ധിയിലും ഇത്തരം രോഗാവസ്ഥകൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഇടയാക്കുന്നതാണ്. അപ്പോൾ ഓരോ ഋതുസന്ധിയിലും, അതായത് ഓരോ 2 മാസ ഇടവേളകളിലും ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ നിങ്ങളുടെ രോഗസ്ഥിതിയും ദേഹസ്ഥിതിയും ദോഷാവസ്ഥകളും രോഗലക്ഷണങ്ങളും ഒക്കെ പരിഗണിച്ചുകൊണ്ട് അതിനു വേണ്ടതായ ഭക്ഷണ രീതികളും ജീവിത രീതികളും ഔഷധങ്ങളും റെഗുലർ ആയിട്ട് ശീലിച്ചു പോരുന്നത് ഇത്തരം രോഗാവസ്ഥകളെ നിയന്ത്രിക്കുന്നതിനും ഇല്ലാതാക്കുന്നതിനും ഇതുവഴി ഉണ്ടാകുന്ന അനുഭവിക്കുന്നതായ കഷ്ടതകൾ കുറച്ചു കൊണ്ടുവരുന്നതിനും തീർച്ചയായിട്ടും സഹായകരമാവുന്നതായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ചില പൊടിക്കൈകളും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കലശലായിട്ടുള്ള അടിവയർ വേദന, അരക്കെട്ട് വേദന പീരീഡ്സിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ പീരീഡ്സ് അടുക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നല്ല ശുദ്ധമായ നല്ലെണ്ണ ചൂടാക്കി എടുത്തിട്ട് അടിവയറ്റിലും അരക്കെട്ടിലും നന്നായിട്ട് പുരട്ടി തലോടുക. അതിനുശേഷം അവിടെ
അവിടെ ചൂട് പിടിക്കുന്ന നല്ലതാണ്. അതിന് കോട്ടൺ ടവൽ അയൺ ബോക്സ് വെച്ച് ചൂടാക്കിയിട്ട് ചൂട് പിടിക്കാം. അതല്ലെങ്കിൽ ഒരു ഹോട്ട് വാട്ടർ ബോട്ടിലോ അല്ലെങ്കിൽ ഹോട്ട് വാട്ടർ ബാഗോ ഉപയോഗിച്ച് അടിവയറും അരക്കെട്ടും ചെറുതായിട്ട് സഹിക്കാവുന്ന ചൂട് കൊടുക്കുന്നതും വേദനയുടെ തീവ്രത കുറയ്ക്കുന്നതിന് സഹായകരവും. ഇനി മറ്റൊരു സംഗതി, നിങ്ങൾക്ക് അമിതമായിട്ട് രക്തസ്രാവം ഉണ്ടാവുകയാണെങ്കിൽ ആർത്തവത്തോടനുബന്ധിച്ച് ഹെവി ഫ്ലോ കാണുന്നുണ്ടെങ്കിൽ വാഴപ്പൂ ഉണ്ടല്ലോ, ഇത് തോരൻ വെച്ച് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ പൊംഗ്രാനൈറ്റ്, അനാറ് അല്ലെങ്കിൽ മാതളം, ഇത് ജ്യൂസ് അടിച്ച് കഴിക്കുന്നതോ ഇത് നിത്യേന ഒരു പഴമെങ്കിലും നിത്യേന ശീലിക്കുന്നതും നല്ലതാണ്. അതുപോലെ തന്നെ ഡാഡിമാഷ്ടക ചൂർണമൊക്കെ ആയുർവേദ മരുന്ന് കടകളിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇത് തേനി ചാലിച്ച് പലവട്ടമായിട്ട് ദിവസേന കഴിക്കുന്നതും നല്ലതാണ്. ഇറഗുലർ സൈക്കിൾസ്, ക്രമം തെറ്റിയ ആർത്തവം ഉള്ളവരാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഉലുവ 1 ഗ്ലാസ് വെള്ളത്തിലിട്ട് വേവിച്ചെടുത്തതിന് ശേഷം ആ ഉലുവ ചവച്ചരച്ച് കഴിക്കുക. അതിന്റെ മീതാ വെള്ളവും കുടിക്കുക. ഇത് നിത്യേന രാവിലെ വെറുമയറ്റിലും വൈകിട്ട് ഒരു 5 മണി 6 മണി സമയത്തും പതിവായിട്ട് ശീലിക്കുന്നതും ഈ ഇറഗുലർ സൈക്കിൾസ് ശരിയാക്കി എടുക്കുന്നതിന് സഹായകരമായേക്കാം. കുറച്ച് ദിവസങ്ങൾ പരീക്ഷിച്ച് നോക്കിയിട്ട് ഫലം കാണുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് വേണ്ടതായ ഔഷധങ്ങളും കൂടെ സേവിക്കേണ്ടതായിട്ട് വരും. ഇനി PMS, പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം, അതായത് പീരീഡ്സ് അടുക്കുന്ന സമയത്ത് അനുഭവപ്പെടുന്ന മൂഡ് സ്വിങ്സും ടെൻഷനും സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ നിയന്ത്രിക്കുന്നതിനായിട്ട് ഒരു ഹെർബൽ ടീ പറയാം. അതിനായിട്ട് മല്ലി വേണം, ജീരകം വേണം, പെരുംജീരകം വേണം. നല്ല ജീരകവും പെരുംജീരകവും മല്ലി ഇത് തുല്യ അളവില് 1 ടേബിൾ സ്പൂൺ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക. പകുതിയാക്കി വറ്റിച്ച് അരിച്ചെടുത്തിട്ട് രാവിലെ വെറും വയറ്റിലും വൈകിട്ട് ഒരു 6 മണി സമയത്തും പതിവായിട്ട് സേവിക്കുകയാണെങ്കിൽ ഈ PMS, പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം, പീരീഡ്സ് അടുക്കുമ്പോൾ അനുഭവപ്പെടുന്നതായ മൂഡ് സ്വിങ്സും വേദനകളും ലക്ഷണങ്ങളും നിയന്ത്രിച്ചു കൊണ്ടുവരുന്നതിന് സഹായകരമാവുന്നതാണ്. ഇത്തരം അറിവുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നുള്ളതുകൊണ്ട് ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. ഞാൻ ഡോക്ടർ സീവിയർ. തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.